അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഞാൻ അർജുന്റെ കൂടെ വന്നാലും എനിക്ക് ജോലിക്ക് പോണം. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ചോയ്സ് തന്റേതാ. ഞാൻ ഇയാളെ വിവാഹം കഴിക്കുന്നതിലൂടെ താനേ കമ്പനിയുടെ MD ആവും. പിന്നെ ജോലിക്ക് വരേണ്ട കാര്യമില്ല. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്നെ കുറിച്ച് കൂടുതൽ സാറിന് അറിയാത്തോണ്ടാ. എനിക്കിപ്പോഴും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. 3 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് എന്റെ കുടുംബത്തിലുണ്ട്. ഈ തലമുറ കൂടിയാലും സ്വത്ത് കുറയില്ല. ഞാൻ ജോലിക്ക് വരുന്നത് എന്തിനാണെന്ന് സാറിന് അറിയാവോ? എന്റെ ചെലവിനുള്ളത് ഞാൻ തന്നെ സമ്പാദിക്കണോന്ന് എനിക്ക് നിർബന്ധമുള്ളോണ്ടാ. ഒരു കാര്യത്തിനും ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് എനിക്കിഷ്ടല്ല. എടോ, താൻ ഇങ്ങനൊന്നും പറയില്ലേ. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാനും വേറൊന്നും ഉദ്ദേശിച്ചില്ല. പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ഇനിയേ നമുക്ക് ഇങ്ങനൊന്നും സംസാരിക്കണ്ട, വെറുതെ മൂഡ് കളയാനായിട്ട്. അപ്പോ സാറിന്റെ മൂഡ് അനുസരിച്ച് എന്തേലും പറയ്. എന്റെ മൂഡേ മൊത്തം പോയി. അതിനി തിരിച്ചു കിട്ടാൻ ഒരു വഴിയേ ഉള്ളൂ. എന്തു വഴി? താനേ എനിക്കൊരു ഉമ്മ തന്നാ ചിലപ്പോ മൂടി ശരിയാവും. അയ്യടാ, അങ്ങനെ ഇപ്പൊ മൂഡ് ശരിയാവണ്ട. അതൊന്നും പറ്റില്ല. എനിക്ക് ഇപ്പൊ വേണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പറ്റില്ല. അർജുൻ, 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 അത്ര അത്യാവശ്യമാണോ? ഭയങ്കര അത്യാവശ്യമാ. അതല്ലേ ചോദിച്ചത്. എങ്കി കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ എന്റെ ആവശ്യമായി പോയില്ലേ? അർജുൻ, അർജുൻ. ആരാ? ഞാനാ, നിന്റെ അമ്മ. എടോ, ഞാനേ ഇപ്പൊ വിളിക്കാം. പറ്റില്ല. എന്നോട് സംസാരിക്കേ. ഇപ്പൊ വെച്ചിട്ട് പോയാ പിന്നെ ഞാൻ വിളിക്കില്ല. ഗുഡ് നൈറ്റ്. അയ്യോ, പോവല്ലേ. സംസാരിക്കാം സംസാരിക്കാം. അർജുൻ, അമ്മേ, ഞാനേ കുറച്ച് തിരക്കില്ല. നമുക്ക് രാവിലെ കാണാം. താൻ പറയടോ. ഓക്കെ.